ലൂസിഫറിന് ശേഷം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് 6 വർഷം കാത്തിരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. നിങ്ങൾ മോഹൻലാൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലൈക്കിൻ്റെ ടാർഗറ്റ് 200ലേക്ക് എത്തിക്കാനൊന്ന് ശ്രമിക്കുക. നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂ, അതായത് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓടി നടന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഇൻ്റർവ്യൂക്കിടയിൽ വളരെ എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ബ്രോ ഡാഡിയിൽ ആ ഒരു കഥാപാത്രം, മോഹൻലാൽ ചെയ്ത കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് മമ്മൂട്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്നായിരുന്നു ആ ഒരു സിനിമ ഞാൻ ചെയ്യാനിരുന്നത്. ബട്ട് ആ ഒരു പെട്ടെന്ന് എന്താ പറയുക, മമ്മൂട്ടിക്ക് അവൈലബിൾ ആകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ഒരു കഥാപാത്രം മോഹൻലാൽ ചെയ്തതെന്നാണ് ഇപ്പോൾ എന്താ പറയുക പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.